മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ദുഃഖാചരണവുമായി രാജ്യങ്ങൾ. പോപ്പിന്റെ ജന്മനാടായ അർജന്റീനയിൽ ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേര് വത്തിക്കാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹം ബുധനാഴ്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മാറ്റുമെന്നും വത്തിക്കാൻ അറിയിച്ചു. മെറിൻ മേരി ചാക്കോ ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മെറിൻ മേരി ചാക്കോ, എന്തൊക്കെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ? ഉന്മേഷ്, 12 വർഷം ആഗോള കത്തോലിക്ക സഭയെ നയിച്ച തങ്ങളുടെ ആത്മീയാചാര്യൻ, തങ്ങളുടെ വലിയ ഇടയന് ലോകം ഇപ്പോൾ വിട നൽകുകയാണ്. ഏറെ ദുഃഖത്തോടു കൂടെ തന്നെയാണ് ലോകം അദ്ദേഹത്തിൻ്റെ വിയോഗ സമയത്ത് ഇപ്പോൾ ഓർത്തെടുക്കുന്നത്. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ, പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ജന്മനഗരമായിട്ടുള്ള അർജന്റീന 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സ്പെയിനിൽ ഇപ്പോൾ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി ഇപ്പോൾ ഈഫൽ ടവറിൽ ലൈറ്റുകൾ അണച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഇപ്പോൾ പ്രധാനമായും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേര് വത്തിക്കാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നു. ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നെന്നുള്ള ലത്തീൻ ഭാഷയിലാണ് ഇപ്പോൾ ആ വെബ്സൈറ്റിൽ കാണാനാവുക. അത് അപ്പോസ്തോലിക്ക സെഡസ് വാക്കൻസ് എന്ന ലത്തീൻ ഭാഷയാണ് ഇപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ കാണാനാകുന്നത്. ഇത്തരത്തിൽ തങ്ങളുടെ പോപ്പിന്, തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പയ്ക്ക് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ, പ്രത്യേകിച്ചും ആഗോള കത്തോലിക്ക വിശ്വാസികൾ അദ്ദേഹത്തിന് വിട നൽകുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ അനുശോചിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ലോകമെമ്പാടും കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ബുധനാഴ്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. വത്തിക്കാന്റെ വക്താവായിട്ടുള്ള മാറ്റിയോ ബ്രൂണിയാണ് ഇക്കാര്യത്തിൽ അദ്ദേഹം ആ ഒരു വിവരം പങ്കുവച്ചിരിക്കുന്നത്. അവിടെ വിശ്വാസികൾക്ക്, നൂറുകണക്കിന് വിശ്വാസികൾക്ക് അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കാനും തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പയെ ഒരു നോക്ക് കാണുവാനും ഉള്ള അവസരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. തുടർന്ന് എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്ന് സംബന്ധിച്ച വ്യക്തത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ഇതുവരെ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും 2 ആഴ്ചയ്ക്കകമായിരിക്കും സംസ്കാര ചടങ്ങുകൾ, അല്ലെങ്കിൽ പോപ്പ് മരിക്കുകയോ അല്ലെങ്കിൽ രാജിവെക്കുകയോ ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങുകൾക്ക് തുടക്കമാക്കുക. ഇത് 2 ആഴ്ചയ്ക്ക് ശേഷം കർദിനാൽമാർ യോഗം ചേർന്ന് 80 വയസ്സിൽ താഴെയുള്ള കർദിനാൽമാർ യോഗം ചേർന്നുകൊണ്ടാണ് പോപ്പിനെ തിരഞ്ഞെടുക്കുക. ഇതിൽ 135 കർദിനാൽമാർക്കാണ് വോട്ടെടുപ്പ് അവകാശമുണ്ടാവുക. ഇവർ രേഖപ്പെടുത്തുന്ന വോട്ടുകൾ, അല്ലെങ്കിൽ ഈ ബാലറ്റുകൾ ചരടിൽ കോർത്ത് സൂക്ഷിക്കും. അതിനുശേഷം പോപ്പിനെ തിരഞ്ഞെടുക്കാനായാൽ സിസ്റ്റൈൻ ചാപ്പലിൽ നിന്നും വെളുത്ത പുക ഉയരും. തിരഞ്ഞെടുക്കാനായില്ലെങ്കിൽ കറുത്ത പുക ഉയരും. ഇത്തരത്തിലാണ് പോപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഉള്ള ചടങ്ങുകൾ, അല്ലെങ്കിൽ ആ ഒരു ക്രമം അങ്ങനെ തന്നെയാണ്. എന്നാൽ അതെല്ലാം 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും തുടക്കമാകുക. ഇപ്പോൾ പ്രിയപ്പെട്ട പാപ്പ, അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചടങ്ങുകൾ, അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കുമെന്ന് സംബന്ധിച്ച ഒന്നും ഇപ്പോൾ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടില്ല. ബുധനാഴ്ചയോടുകൂടി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശ്വാസികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ റോമിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. കർദിനാൾ മാരിയോ ഗബട്ടിയുടെ നേതൃത്വത്തിലാണ് ആ ചടങ്ങുകൾ, പ്രാർത്ഥനാ ശുശ്രൂഷകളെല്ലാം നടക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ലോകമെമ്പാടുമുള്ള നേതാക്കൾ അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ പാപ്പയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശങ്ങളും, അല്ലെങ്കിൽ ആ ദുഃഖം പങ്കുവച്ചുകൊണ്ടുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ലോകമെമ്പാടും വരുന്നത്. ഉന്മേഷ്, ഈ മറ്റ് നടപടിക്രമങ്ങളുടെ കാര്യത്തിൽ എപ്പോഴൊരു വ്യക്തത, വത്തിക്കാന്റെ ഔദ്യോഗിക അറിയിപ്പ് പ്രതീക്ഷിക്കണം മെറിൻ? വരും മണിക്കൂറുകളിലോ, അല്ലെങ്കിൽ അത് വരും മണിക്കൂറുകളിൽ മാത്രമായിരിക്കും. അതിന് സമയമെടുക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം സംസ്കാരം സംബന്ധിച്ച വളരെയധികം കാലതാമസം ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാലും വരും മണിക്കൂറുകളിൽ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ വത്തിക്കാൻ അറിയിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ ബുധനാഴ്ച അദ്ദേഹത്തിൻ്റെ ഭൗതിക മൃതദേഹം ബസിലിക്കയിൽ എത്തിക്കുമെന്നുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, ആ എത്തിക്കുന്ന പ്രോസസ്സിൽ ആരൊക്കെ, ആ ഒരു പ്രക്രിയയിൽ ആരൊക്കെ പങ്കാളികളാകും, അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ആരൊക്കെ നേതൃത്വം നൽകുമെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഈ സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കുമെന്ന് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. എന്തായാലും പൊതുജനങ്ങൾക്ക്, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ട്. അദ്ദേഹത്തിന് അവസാനമായി വിട നൽകാനുള്ള അവസരം ഒരുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്. ഉന്മേഷ്.